തന്നെ മെസ്സിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് ആണോ അതോ മുമ്പേ പ്രൈം മെസ്സി ഓർ പ്രസൻറ്റ് മെസ്സിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തായാലും പ്രൈം മെസ്സിയെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. കാരണം അത്രയും മികച്ച ഫോമിൽ തന്നെയായിരുന്നു ലിയോ മെസ്സി പെർഫോമൻസ് കാഴ്ചവെച്ചത്. അപ്പോൾ താരത്തിൻ്റെ 2011-12 കാലത്തിലുള്ള തൻ്റെ പ്രകടനം നമ്മൾ നോക്കുകയാണ്. എടുത്ത് പറയേണ്ട ഒരു പ്രകടനം തന്നെയാണ് 2011-12 കാലത്ത് FC ബാഴ്സലോണയിൽ താൻ കാഴ്ചവെച്ചത്. നോക്കാൻ നേരത്താണെങ്കിൽ താരം 60 മത്സരങ്ങൾ കളിച്ചു, 73 ഗോൾ അടിച്ചു കൂട്ടി. അതെ, ഒരു ഹ്യൂജ് നമ്പറാണ്. 73 ഗോളും 30 അസിസ്റ്റും. അങ്ങനെ 60 മത്സരത്തിൽ നിന്ന് 103 ഗോൾ പങ്കാളിത്തം, അതായത് 103 ഗോൾ കോൺട്രിബ്യൂഷനാണ് താരത്തിനുണ്ടായിരുന്നത്. അതിൽ തന്നെ 10 ഹാട്രിക്സും അതുപോലെ തന്നെ 3 ഫ്രീ കിക്ക് ഗോളും ഉണ്ടായിരുന്നു. അതുപോലെ 125 കീ പാസസ് ഉണ്ടായിരുന്നു. ഡ്രിബിളിൻ്റെ കാര്യത്തിലാണെങ്കിൽ 222 സക്സസ്ഫുൾ ഡ്രിബിളും കംപ്ലീറ്റ് ചെയ്തു ലിയോ മെസ്സി. അതുപോലെ തന്നെ ബിഗ് ചാൻസ് ക്രിയേറ്റഡ് 44 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 32 മാൻ ഓഫ് ദി മാച്ചാണ് ഈ 60 മത്സരങ്ങളിൽ താൻ കാഴ്ചവെച്ചത്. അത് ഹ്യൂജ് നമ്പറായിട്ട് പറയേണ്ടത് 73 ഗോൾ 30 ഗോൾ കോൺട്രിബ്യൂഷനുമാണ് താരത്തിൻ്റെ. അതിൽ 10 ഹാട്രിക്കും 3 ഗോൾ കോൺട്രിബ്യൂഷൻ. എന്തായാലും മെസ്സി മിന്നിക്കത്തിയ ഒരു വർഷം തന്നെയായിരുന്നു 2011-12 FC ബാഴ്സലോണയിൽ. ഇപ്പോഴും താൻ മിന്നിക്കത്തുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ കൂടി ഗോൾ അടിച്ച് കൂട്ടിയതേ ഉള്ളൂ ലിയോ മെസ്സി ഇന്റർ മിയാമിക്ക് വേണ്ടി. എന്തായാലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ലിയോ മെസ്സി ആ വർഷം കാഴ്ചവെച്ചത്. എന്തായാലും പ്രൈം മെസ്സിയെ നമ്മൾ എടുത്തു പറയണം. ഫുട്ബോൾ ലോകം ആവേശഭരിതമായിരുന്നു കണ്ട വർഷങ്ങൾ തന്നെയാണ് 2011-12 മെസ്സിയുടെ പ്രൈം കാലഘട്ടത്തിലുള്ള FC ബാഴ്സലോണ കാലഘട്ടം. എന്തായാലും ഇതാണ് ആ ഒരു പ്രകടനം എടുത്ത് കാണിക്കുന്നത്. എന്തായാലും മെസ്സി വിസ്മയിക്കുകയാണ്, ഇപ്പോഴും വിസ്മയിപ്പിക്കുകയാണ്. എന്തായാലും അത് തുടരട്ടെ.